നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന്റെ ചിത്രം കുറെ കൂടി വ്യക്തമായിരിക്കുകയാണ്. എന്നാൽ മിക്ക മണ്ഡലങ്ങളിലും പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ അപരന്മാർ രംഗത്തുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 20 മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും അപരന്മാരുടെ സ്ഥാനാർത്ഥിത്വം മുന്നണി സ്ഥാനാർത്ഥികളുടെ ജയപരാജയത്തെ നിർണ്ണയിക്കുന്നതാണ്. എന്നാൽ അപരന്മാരുടെ കളി കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അപരന്മാർ തോൽപ്പിച്ചത് ഇവരെ 1980 മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് അർത്ഥത്തിൽ നിരവധി അപൂർവതകൾ നിറഞ്ഞ ഒന്നാണ്. മത്സരിച്ച പ്രധാന സ്ഥാനാർത്ഥികൾ തന്നെ പരസ്പരം അപരന്മാരായിരുന്നു. ആനച്ചിഹ്നത്തിൽ മത്സരിച്ച ജോർജ് ജോസഫ് മുണ്ടയ്ക്കലും കുതിരച്ചിഹ്നത്തിൽ മത്സരിച്ച കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ജോർജ് ജെ മാത്യുവും തമ്മിലായിരുന്നു പ്രധാന മത്സരം. 4330 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനു ജോർജ് ജോസഫ് മുണ്ടയ്ക്കൽ ജോർജ് ജെ മാത്യുവിനെ അട്ടിമറിച്ചപ്പോൾ ഒട്ടകം ചിഹ്നത്തിൽ മത്സരിച്ച NV ജോർജ് 11,850 വോട്ട് മറിച്ചു. 2001 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയിൽ മത്സരിച്ച അന്നത്തെ DYFI നേതാവ് T ശശീന്ദ്രൻ 406 വോട്ടിനാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ തോമസ് ഉണ്ണിയാടനോട് തോൽക്കുന്നത്. അപരനായി എത്തി 1867 വോട്ടുകൾ കവർന്ന മറ്റൊരു ശശീന്ദ്രൻ T ശശീന്ദ്രന് പാരയായി. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിലെ പോരാട്ടം CPM സ്ഥാനാർത്ഥി KS മനോജും VM സുധീരനും തമ്മിലായിരുന്നു. അപ്പോഴാണ് അപരനായി VS സുധീരൻ രംഗത്തെത്തുന്നത്. മത്സരത്തിൽ 1009 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മനോജ് വിജയിച്ചു. അപരൻ സ്വന്തമാക്കിയത് 882 വോട്ടുകൾ. ഈ റെക്കോർഡ് മറ്റൊരു അപരനും തകർക്കാനായിട്ടില്ല. അന്ന് വിജയിച്ചിരുന്നുവെങ്കിൽ VM സുധീരൻ കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുണ്ടായിരുന്നു. ഷട്ടിൽ കോക്കായിരുന്നു VS സുധീരന്റെ ചിഹ്നം. ബാലറ്റിൽ അത് അച്ചടിച്ചു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ കൈപ്പത്തി പോലെ തോന്നിയതും വോട്ടർമാരെ കുഴപ്പിച്ചു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ PC തോമസ്, ജോസ് കെ മാണി, അഡ്വക്കേറ്റ് PM ഇസ്മയിൽ എന്നിവർ തമ്മിൽ ശക്തമായ ത്രികോണ മത്സരം നടന്നപ്പോൾ PC തോമസ് എന്ന പേരിൽ 2 അപരന്മാർ കൂടി ഉണ്ടായിരുന്നു. അവരുടെ ചിഹ്നങ്ങളായ ഹാർമോണിയവും വീടും ഒറിജിനൽ PC തോമസിന്റെ ചിഹ്നമായ ടെലിവിഷനുമായി ബാലറ്റിൽ നല്ല സാമ്യമുള്ളവയായിരുന്നു. ഏതായാലും 2 അപരന്മാരും ചേർന്ന് ആനുപിടിച്ച് 5189 വോട്ട് നേടിയിട്ടും PC തോമസ് 529 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കഷ്ടിച്ച് കടന്നുകൂടി. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയത് കോൺഗ്രസിൽ നിന്ന് MK രാഘവൻ, CPMൽ നിന്ന് PA മുഹമ്മദ് റിയാസ്. K രാഘവനും M രാഘവനും UDF സ്ഥാനാർത്ഥിയുടെ അപരന്മാരായി മത്സരിച്ചു. മുഹമ്മദ് റിയാസ്, P മുഹമ്മദ് റിയാസ്, മുഹമ്മദ് ഹാജി എന്നിവരായിരുന്നു ഇടത് സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്ന അപര വെല്ലുവിളി. ആകെ പോൾ ചെയ്ത 79,75,078 വോട്ടിൽ UDF സ്ഥാനാർത്ഥിയുടെ അപരന്മാർ നേടിയത് 2743 വോട്ടാണ്. എന്നാൽ LDF സ്ഥാനാർത്ഥിയുടെ അപരന്മാർ നേടിയത് 6371 വോട്ട്. ആകെ 838 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന MK രാഘവന്റെ വിജയം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ 89 വോട്ടിന് UDFലെ PB അബ്ദുൾ റസാഖിനോട് പരാജയപ്പെട്ടപ്പോൾ അതിനും ഒരു അപര സാന്നിധ്യമുണ്ടായി. ഐസ്ക്രീം ചിഹ്നത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച് 467 വോട്ട് പിടിച്ച K സുന്ദര. അന്ന് K സുരേന്ദ്രന് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ K സുന്ദരയ്ക്ക് വീണില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയമത്തിനൊപ്പം വടക്കൻ കേരളത്തിലും താമര വിരിയുമായിരുന്നു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപരന്മാർ ഏതൊക്കെ സ്ഥാനാർത്ഥികളുടെ തലവര മാറ്റിവരയ്ക്കുമെന്ന് കാത്തിരുന്നു കാണാം.